ഈ പ്രാവശ്യത്തെ രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം നമ്മുടെ ദേവസ്വം ബോർഡിനാണ് കൊടുക്കേണ്ടത്. അതെന്താ മാഷ എങ്ങനെ? സ്വർണം ചെമ്പാക്കണ വിദ്യ കണ്ടുപിടിച്ചവരല്ലേ? അല്ല നീ ഇപ്പം എവിടെയാ ദീനാശ? നാട്ടിലെത്ര വികസനം ഉണ്ടായാലും സാധാരണക്കാരന് പണിക്ക് വേണ്ടി ജീവിക്കാനുള്ള ഒരു ശാസ്ത്രം ഇവിടെ കണ്ടുപിടിച്ചില്ലല്ലോ. അത് കാരണം ഞാൻ പണിക്ക് പോയി മാഷേ. പറഞ്ഞു നീ പണിക്ക് പോയിട്ടാണ് എന്താ കാര്യം? നീ കിട്ടിയത് മൂന്ന് കുടിച്ച് നശിപ്പിക്കല്ലേ? മാഷ് നിയമപ്രകാരം മുന്നറിയിപ്പ് പറഞ്ഞില്ലേ, മദ്യപാനം നിർത്തുന്നത് സർക്കാരിന് ഹാനികരാണ്. അതുകൊണ്ടല്ലേ ഞാൻ കുടിക്കണേ. നിന്റെ ഒരു കാര്യം ദിനേശ, നീ ആ പറമ്പിലെ പണിയൊന്നും മുന്നാക്കി തരൂ. അതല്ല മാഷേ, ഇന്നലെ ഞാൻ വന്നതാ. ഇന്നലെ വരും വഴിക്ക് ബൈക്ക് പോലീസ് കൈ കാണിച്ച് നിർത്തി. പൊല്യൂഷൻ ഇല്ലെന്ന് പറഞ്ഞിട്ട് അവരെൻ്റെ ബൈക്ക് പിടിച്ചു വെച്ചു. പിന്നെ എനിക്കൊരു മൂടുണ്ടായില്ല. അതല്ല വരാൻ ഞാൻ. വാഹനങ്ങൾ കൈകാട്ടി നിർത്തി അതിന് പരിടിക്കാൻ 100 ആളാ. ഈ റോഡിലുള്ള കുഴികൾ പരിശോധിച്ച് അത് നടപ്പിക്കാൻ ഒരാളും ഇല്ല. അത് ശരിയാ. അത് ഈ കള്ളന്മാരെ പേടിച്ച് രാത്രി പോലീസ് സ്റ്റേഷന്റെ വാതടച്ചിരുന്ന മാതിരിയല്ല മാഷേ. അല്ല ദിനേശ, നീ വെള്ളം മുണ്ടൊക്കെ എടുത്തിട്ട് നീ എവിടെ പോയിട്ട് വരണപ്പോ? അത് ഞാൻ നമ്മുടെ 3 മോളെ കല്യാണത്തിന് പോയിട്ട് വരണ വഴിയാ. കല്യാണം അടിപൊളി കല്യാണം. 10-11 തരം കറി, പപ്പടം, പഴം, പായസം. ഞാൻ ഇങ്ങനെ ഒരു ജോഡിപ്പൊരുത്തം വേറെ കണ്ടിട്ടില്ല. അടിപൊളി ജോഡിപ്പൊരുത്തം. സദ്യയൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിരുന്നു. കൈയൊക്കെ കഴുകി ഞാൻ അതിങ്ങോട്ട് എടുത്തിന്നു. എന്തുട്ട്? അപ്പൊ നീ കളവ് തുടങ്ങിയ? അല്ല ദിനേശ, അതൊക്കെ പോട്ടെ. അതെ, നമ്മുടെ തെങ്ങ് ആളെ സംഘടിപ്പിക്കാൻ പറ്റും. അതുമാണ് നിറച്ചുണങ്ങിയ തന്നെയാണ് നിൽക്കണം. അതിന് വിലയുടെ തടല് വേണ്ടിട്ട് അതിന് ഞാൻ ജമാ പറയണം. മാഷൊരു ബോർഡ് എഴുതിയിരിക്കുന്നേ. എന്തൊട്ട് ബോർഡ് വെക്കണു? തെങ്ങ് ആ വിളഞ്ഞ തെങ്ങൊക്കെ താഴ്ത്തിക്കിട്ട് ഒക്കെ പറക്കി കൂട്ടി എൻ്റെ വീടിൻ്റെ മുറ്റത്ത് കൊണ്ടുവരാനാ? കളിയാക്കണ്ട മാഷേ, ഇത് ഞങ്ങൾ ചെയ്ത് വിജയിച്ചിട്ടുള്ളതാ. ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റിയില് നമ്മുടെ തോമേട്ടന്റെ വാർഡില് സ്ത്രീകൾ ഇവിടെ തെങ്ങ് കയറുന്നത് നിരോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ബോർഡ് എഴുതി വെച്ചു. പിന്നെ പറയണ കൊറേ ഫെമിനിസ്റ്റുകളുണ്ടാ വന്നിട്ട് തെങ്ങുന്നോട്ടത്താണ്ട് കയറി തേങ്ങ മുഴുവൻ ചറക്ക പറക്കുന്ന വലിച്ചിട്ടു. മുന്തി തന്നെ ചില ഫെമിനിസ്റ്റുകളുണ്ട്. ഇവര് ഈ അടയ്ക്കാമർത്തമ്മ വരെ കയറിയിട്ട് അടയ്ക്ക മുഴുവൻ വലിച്ചിട്ട് മുറ്റത്തേക്ക് വലിച്ചിട്ട് എറിഞ്ഞിട്ട് അവര് പോയാ. മാഷ് ഇതൊന്ന് ചെയ്തു നോക്ക്, ഇല്ലെങ്കിൽ എന്നെ വിളിക്കും. അപ്പോട്ടെന്നാ. ഇവൻ പറഞ്ഞാലും കാര്യമുണ്ടല്ലോ.